മൂന്നാം ഘട്ടത്തിൽ 3 മടങ്ങ് അധ്വാനിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണമെന്നും പ്രധാനമന്ത്രി. ये चुनाव इसलिए भी बहुत महत्वपूर्ण बन गया है कि आजादी के बाद दूसरी बार किसी सरकार को लगातार तीसरी बार सेवा करने के लिए देश की जनता ने अवसर दिया है. ലോക്സഭയിൽ മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സുരേഷ് ഗോപി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും. കേരളത്തിൽ നിന്നുള്ള മറ്റ് എംപിമാരുടെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം. മുതലപ്പൊഴി വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. പ്രകൃതിയുമായി ഇണങ്ങാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നുവെന്ന് വി.ഡി. സതീശൻ. സർ, പ്രകൃതിയുമായി ഇഴുകിച്ചേരാത്ത മനുഷ്യ നിർമ്മിതികൾ നമ്മുടെ ഭൂപ്രകൃതിക്കും മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും സർവനാശം വരുത്തുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷയം പൊതുവായ സാമൂഹിക പ്രശ്നമാണെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇത് പൊതുവായി കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തുടങ്ങിയത് ആന്റണി അദ്ദേഹത്തിന്റെ കാലത്താണ്, ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയന്റെ കാലത്താണ്, പഠനം ആരംഭിച്ചത് നായനാരുടെ കാലത്താണ്. അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്നത് കൊണ്ട് നമ്മൾ ആരുടെയും തലയിൽ വെച്ച് കെട്ടി ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഈ കാര്യത്തിൽ നമ്മൾ ചർച്ച നടത്തുന്നതിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല, സഭ വിട്ട് പ്രതിപക്ഷം. +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തം. നിയമസഭയിലേക്കും കളക്ടറേറ്റുകളിലേക്കുമുള്ള KSU മാർച്ചുകളിൽ സംഘർഷം. പ്രതിഷേധവുമായി SFIയും രംഗത്ത്. SFIയെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നാളെ KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിച്ച് തോമസ് ചാഴിക്കാടൻ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് മുഖ്യമന്ത്രിയുടെ നിലപാടുകളും കാരണമായി. CPIM വോട്ടുകൾ ലഭിക്കാതെ പോയത് അന്വേഷിക്കണമെന്നും ചാഴിക്കാടൻ. മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് ശരിയല്ലെന്ന് ജോസ് കെ മാണി. കുണ്ടും കുഴിയും നിറഞ്ഞ ചെളിക്കുളമായി കേരളത്തിലെ റോഡുകൾ. ഗ്രാമീണ വഴികളിൽ ഏറെ ദുരിതം. 1 അല്ല 2 അല്ല 3 അല്ല, കുണ്ടുപറമ്പ് തണ്ണീർപന്തൽ റോഡിൽ 1 കിലോമീറ്ററിനുള്ളിൽ ഞങ്ങൾ കണ്ട കുഴികളെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുകയാണ്. ഇത് കുഴി നമ്പർ 1. ബാക്കി കുഴികളുടെ എണ്ണം ഞാൻ എടുക്കില്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോണം. ജനകീയ പ്രശ്നം ഏറ്റെടുത്ത് കേരള വിഷൻ. T20 ലോകകപ്പിൽ സെമിയിൽ കടന്ന് ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടും. ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം രാത്രി 8 മണിക്ക് ഗ്രോസ് ഐലറ്റിൽ. സെമി സാധ്യത സജീവമാക്കാൻ ഇരു ടീമിനും നിർണായകം.